മൂന്നാം മോദി സർക്കാരിൽ ഇടം പിടിച്ച തെലുങ്കുദേശം പാർട്ടിയുടെ MP ചന്ദ്രശേഖർ പെമ്മസാനി ആളത്ര ചില്ലറക്കാരനല്ല. ഏറെ പ്രത്യേകതകളുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നിന്നാണ് പെമ്മസാനി വിജയിച്ച് ലോക്സഭയിൽ എത്തിയത്. ചന്ദ്രശേഖർ പെമ്മസാനി ആദ്യമായിട്ടാണ് ലോക്സഭയിലേക്ക് ഇത്തവണ മത്സരിച്ചത്. പക്ഷേ ഗുണ്ടൂരിൽ നിന്ന് മെഗാ വിജയമാണ് അദ്ദേഹം നേടിയത്. YSR കോൺഗ്രസിന്റെ കിലാരി വെങ്കട റോസയ്യെ 3.4 ലക്ഷം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 48കാരനായ പെമ്മസാനി ഡോക്ടറായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തിയത്. ലോക്സഭയിലെ ഏറ്റവും സമ്പന്നനാണ് അദ്ദേഹം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ചന്ദ്രശേഖർ പെമ്മസാനി വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും സമ്പത്തിന്റെ പേരിലായിരുന്നു അത്. 5700 കോടി രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. സത്യവാങ്മൂലത്തിലാണ് സമ്പത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുണ്ടൂരിലെ ബുരിപാലം ഗ്രാമത്തിലാണ് ചന്ദ്രശേഖർ പെമ്മസാനി ജനിച്ചത്. MBBS ബിരുദം ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പൂർത്തിയാക്കിയത്. പിന്നീട് പഠിച്ചതെല്ലാം അമേരിക്കയിലാണ്. US-ലെ പെനിസിൽവാനിയയിലെ ജെയ്സിഞ്ചർ മെഡിക്കൽ സെന്ററിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റി അംഗമായും പെമ്മസാനി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ഡോക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു. ആഗോളതലത്തിലെ തന്നെ പ്രശസ്തമായ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ യുവേൾഡ് ചന്ദ്രശേഖർ പെമ്മസാനിയാണ് രൂപീകരിച്ചത്. ഇത് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ജോൺ ഹോപ്കിൻസ് സിനായ ആശുപത്രിയിൽ 5 വർഷത്തോളമാണ് പെമ്മസാനി സേവനമനുഷ്ഠിച്ചത്. ഇക്കാലയളവിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കടക്കം അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു. 2020-ൽ യുവ സംരംഭകൻ എന്ന നിലയിൽ ഏണസ്റ്റ് ആൻഡ് യങ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പെമ്മസാനി ഫൗണ്ടേഷനും ചന്ദ്രശേഖർ സ്ഥാപിച്ചിരുന്നു. ഗുണ്ടൂരിൽ ഹെൽത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അതുപോലെ നരസരപ്പേട്ടിലും ഗുണ്ടൂരിലും ശുദ്ധജലം എത്തിക്കുകയും ഇവർ ചെയ്തിരുന്നു. അതേസമയം തന്നെ നരസരപ്പോട്ടിലും നിരവധി പദ്ധതികൾ കൊണ്ടുവന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും പെമ്മസാനി ഏറെ പ്രശസ്തനായിരുന്നു. കുട്ടികൾക്കായി സ്കൂളുകൾ നിർമ്മിച്ച പെമ്മസാനി സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തുകയുണ്ടായി. 2014-ലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിച്ചത്. TDPയുടെ നോൺ റെസിഡന്റ് ഇന്ത്യൻ സെല്ലിലും അദ്ദേഹം സജീവമായിരുന്നു. പെമ്മസാനി മോദി മന്ത്രിസഭയിൽ ഇടം പിടിച്ചത് TDPക്ക് വലിയ നേട്ടം തന്നെയാണ്. ഇത്തവണ മോദി സർക്കാരിൽ നിർണായക പങ്കുവഹിക്കാനും TDPക്ക് സാധിക്കും. മറ്റു ചില പ്രത്യേകതകളും ഇത്തവണത്തെ മന്ത്രിസഭയിലുണ്ട്. മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമായി ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് നിന്നുള്ള TDP MP കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പിറന്നത് പുതുചരിത്രമാണ്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിമാരിൽ ഒരാളാണ് 36കാരനായ റാം മോഹൻ. മുൻ കേന്ദ്രമന്ത്രിയും TDP നേതാവുമായ K എരൻ നായിഡുവിന്റെ മകനാണ് റാം മോഹൻ. 2012-ൽ റോഡ് അപകടത്തിൽ പിതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് രാഷ്ട്രീയത്തിലെത്തിയ ആളാണ് അദ്ദേഹം. സിംഗപ്പൂരിലെ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിന്റെ മേഖലയിലേക്ക് വന്നിറങ്ങിയത്. തുടർച്ചയായി 3ാമത്തെ തവണയാണ് ശ്രീകാകുളത്ത് നിന്ന് റാം മോഹൻ നായിഡു MP ആകുന്നത്. TDPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ചെറുപ്രായത്തിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ റാം മോഹൻ ഒടുവിൽ അർഹിച്ച അംഗീകാരത്തിലേക്ക് നടന്നെടുക്കുകയാണ്. പാർലമെന്റിൽ ആർത്തവ ആരോഗ്യ വിദ്യാഭ്യാസത്തിനും ലൈംഗിക വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിച്ച ആദ്യ MP-മാരിൽ ഒരാളാണ് ഈ യുവ TDP നേതാവ്. സാനിറ്ററി പാഡുകളിലെ GST എടുത്തു കളയണമെന്നും അദ്ദേഹം നിരന്തരം ആവശ്യമുയർത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിന്റെ ഫലമെന്നോണമാണ് ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാവാനുള്ള അവസരവും ലഭിച്ചത്. നേരത്തെ കൃഷി, മൃഗസംരക്ഷണം, ഭക്ഷ്യ സംസ്കരണം, റെയിൽവേ, ആഭ്യന്തരം എന്നീ മന്ത്രാലയങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ടൂറിസം, സംസ്കാരം എന്നീ കമ്മിറ്റികളുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും അദ്ദേഹം അംഗമായിരുന്നു. കൂടാതെ OBC, ഔദ്യോഗിക ഭാഷാ വകുപ്പ് എന്നിവയുടെ ക്ഷേമ കമ്മിറ്റിയുടെ ഭാഗമായും റാം മോഹൻ നായിഡു പ്രവർത്തിച്ചിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇത്തവണത്തെ കേന്ദ്ര മന്ത്രിസഭ.